ഇന്ന് കിച്ചണിൽ കയറുന്നതിന് മുമ്പായിട്ട് പുറത്തൊന്ന് ഇറങ്ങി നോക്കിയപ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു. പിന്നെ മഴക്കാറൊക്കെ കണ്ട് നേരെ കിച്ചണിലേക്ക് കയറി. തലേന്ന് തന്നെ പാല് വാങ്ങിക്കാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും ബ്രൂ ഉള്ളതുകൊണ്ട് കോഫി തന്നെ ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ കോഫിയൊക്കെ റെഡിയാക്കുന്നുണ്ട്. കോഫിയൊക്കെ വെക്കുന്ന സമയത്ത് ഞാൻ അധികവും ശർക്കര പൊടിയാണ് ചേർക്കാറ്. ശർക്കര പൊടിയൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കും. അങ്ങനെ കോഫിയൊക്കെ റെഡിയാക്കി ഇക്കയും ഞാനുമാണ് എണിച്ചിട്ടുള്ളത്. ഇതൊരു വെള്ളിയാഴ്ച ദിവസത്തെ വ്ലോഗായിരുന്നു. അപ്പോൾ മോൾക്ക് മദ്രസയില്ല. അപ്പോൾ അവൾ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. മക്കൾ രണ്ടാളും ഉറങ്ങുകയാണ്. ഇക്കാക്കുള്ള ചായ എടുത്തു കൊടുത്തു. പിന്നെ എനിക്കുള്ള ചായ ഞാൻ പുറത്ത് നിന്ന് കുറച്ച് കുടിച്ചു. പിന്നെ ഇക്കാൻ്റെ കൂടെ പോയി നിന്നിട്ടും കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. തലേന്നൊരു പ്രിപ്പറേഷൻസും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് തട്ടിക്കൂട്ട് പരിപാടി തന്നെയാണ്. ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. റവ ഉപ്മാവ്. ഞാൻ ഇങ്ങനെയാണ് റവ ഉപ്മാവ് ഉണ്ടാക്കാറ്. വെള്ളം ആദ്യം സെപ്പറേറ്റ് ആയിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കും. എന്നിട്ട് താളിച്ച ശേഷം റവയും ആ ഒരു എണ്ണയിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. നല്ല രീതിയിൽ റോസ്റ്റായി കിട്ടും. ഈ ഒരു റവയിൽ തന്നെയാണ് ഞാൻ ഉപ്പ് ചേർക്കാറ്. നിങ്ങൾക്ക് വെള്ളത്തിലാണ് ഉപ്പ് ചേർക്കേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ചേർത്തോളൂ. വെള്ളം ഫുള്ളായിട്ട് ഞാൻ എടുക്കാറില്ല. ഇതിലൊരു നമുക്കൊരു പരുവം അറിയുമല്ലോ. ആ ഒരു സമയത്ത് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് ഉപ്പ് കറക്റ്റ് ആവാണ്ട് വരും. അപ്പോൾ ഞാൻ റവയിലാണ് ഉപ്പ് ചേർക്കുക. പിന്നെ അതൊന്ന് റോസ്റ്റായി തരിതരിയായിട്ട് വീഴുന്ന ആ ഒരു ലെവൽ എത്തുമ്പോൾ നമ്മൾ ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. ആ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ സിമ്മിലിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ കട്ട കുത്താതെ നല്ല തരിതരിയായിട്ടുള്ള റവ ഉപ്മാവ് തന്നെ കിട്ടും. പിന്നെ റവ ഉപ്മാവിന് ഞങ്ങൾ ചട്നി എടുക്കാറുണ്ട്. അപ്പോൾ ചട്നീൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് താളിച്ചെടുക്കുന്നുണ്ട്. ഇതെന്താ അപ്പച്ചട്ടിയിൽ ചട്നി താളിക്കുന്നതെന്നൊന്നും ആലോചിക്കേണ്ട. ഞാൻ ഏത് ചട്ടിയിലും ചട്നി താളിച്ചെടുക്കും. അങ്ങനെ ഇന്ന ചട്ടിന്നൊന്നും ഇല്ലല്ലോ. നമുക്ക് യൂസ് ചെയ്യാം. ഏത് ചട്ടിയും എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് ഞാൻ അപ്പച്ചട്ടിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതല്ല. ബാക്കി കുറേ പർപ്പസിന് ഉപയോഗിക്കുന്നതാണ് ഈ ചട്നി. അപ്പോൾ കാലത്തുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി മോളെ വേഗം ഒന്ന് റെഡിയാക്കി സ്കൂളിലേക്ക് പറഞ്ഞു വിടണം. അപ്പോൾ മോളുടെ ഹെയറൊക്കെ കുറച്ച് നീണ്ട് വന്നിട്ടുണ്ട്. അതൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ആക്കണം. അവൾ ഓരോന്നും ഇങ്ങനെ പറയുന്നുണ്ട്. സ്കൂളിലെ കാര്യങ്ങളും എപ്പോഴും പറയും. സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാലും പറയും. സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡി ആകുമ്പോഴും പറയും. ആ ഒരു നല്ല ക്വാളിറ്റി എൻ്റെ മോള് കറക്റ്റായിട്ടത് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നുണ്ട്. അതെന്നും അങ്ങനെ ഉണ്ടാവണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അവൾ പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ ചോദിക്കും. ചോദിച്ചത് കൊണ്ടാണ് അവളിപ്പോൾ കറക്റ്റായിട്ടൊരു ഇതിൽ പറഞ്ഞു വരുന്നത്. അങ്ങനെ മോനും അവിടെ ഇരുന്ന് ഓരോന്ന് പറയുന്നുണ്ട്. അതിനിടയിൽ ഞാൻ ബെഡൊന്ന് നീറ്റാക്കി ഇടാമെന്ന് വിചാരിച്ചു. മോൻ എണീറ്റതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ബെഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കാറുള്ളൂ. കൊതുകിൻ്റെ ശല്യം അത്യാവശ്യം ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ മൊസ്കിറ്റോ നെറ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ രാത്രിയൊക്കെ കിടന്ന് ഉറങ്ങുന്നുള്ളൂ. വടിയൊക്കെ വെച്ച് ഇടയിൽ ഒന്ന് സപ്പോർട്ടിന് വേണ്ടി വടിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊതുകുവലയൊക്കെ ഇട്ടിരിക്കുന്നത്. പിന്നെ മോൾക്ക് ബോട്ടിലിൽ വെള്ളം ആക്കുന്നുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളമാണ് ഇപ്പോൾ ആക്കി കൊടുക്കുന്നത്. ഞാൻ ഇങ്ങനൊരു വ്ലോഗ് ആദ്യമായിട്ടായിരിക്കും എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാനോ ഇരിക്കുന്നുണ്ടാവുക. വേറൊന്നും കൊണ്ടല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് വലിയൊരു സോറി പറയേണ്ടതാണ്. ഞാൻ ആദ്യം തന്നെ പറയണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എനിക്കൊരു കണ്ടിന്യൂവേഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വ്ലോഗിലുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്രയും വലിയൊരു ബ്രേക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് സ്ട്രെസ്സ് കിട്ടുമ്പോൾ ഞാൻ ചെറിയൊരു ബ്രേക്കൊക്കെ എടുക്കാറുണ്ട്. അത് സ്വാഭാവികമാണ്. അതെല്ലാ മനുഷ്യനും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. ഒരുപാട് ഓടി നടന്ന് സ്ട്രെസ് ആവുമ്പോൾ കുറച്ചൊന്ന് റിലാക്സ് ആയിട്ട് ഒരു മൈൻഡൊന്ന് ഫ്രഷ് ആക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഗ്യാപ്പ് എടുക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു വീഡിയോ അത്രയും ഞാൻ ഹാപ്പി ആയിട്ടുള്ള സമയത്ത് എടുത്തതായിരുന്നു. അന്നത്തെ ദിവസം തന്നെ ഞങ്ങളുടെ ജീവിതം തകിടം മറിഞ്ഞു പോകുമെന്നൊക്കെ പറയില്ല, അതുപോലെ സംഭവിച്ച ഒരു ദിവസമായിരുന്നു. എന്തൊക്കെയായാലും ആ ഒരു സ്റ്റേജിൽ നിന്നൊക്കെ റിക്കവർ ആയിട്ട് വരുന്നുണ്ട് ഞങ്ങൾ. മാനസികമായിട്ട് ഒരുപാട് തകർന്നു പോയ നിമിഷങ്ങളായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അത് ഞാൻ പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കൂടി ഞാനൊരു സത്യസന്ധമായ രീതിയിലാണ് ഈ ഒരു യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം കാണുന്നത്. ഞാൻ എൻ്റെ ജോലി എന്ന ഫീൽഡിലേക്ക് ഈ ഒരു യൂട്യൂബ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിലുള്ള പല കാര്യങ്ങളും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടല്ലോ. ആ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ഇതിൽ ഇരുന്നോട്ടെ എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വ്ലോഗിൽ ഈ ഒരു കാര്യം കൂടി പറഞ്ഞത്. നമ്മുടെ ലൈഫ് ഇങ്ങനെ സ്മൂത്തായിട്ട് സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കും.
ജീവിക്കുമ്പോൾ പെട്ടെന്നൊരു സ്ട്രഗിൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് നേരിടാൻ നമുക്കതൊന്ന് ഓവർകം ചെയ്യാനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും. നമ്മൾ അത്രയും സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനൊരു സ്ട്രഗിൾ അല്ലെങ്കിൽ ഇങ്ങനൊരു ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നമുക്കത് ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാനും അത് ഓവർകം ചെയ്യാനും ഒക്കെ നല്ല പ്രയാസമുള്ളൊരു സമയമായിരിക്കും അത്. നമ്മുടെ ലൈഫ് അത്രയും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേരിടേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ. ആ ഒരു സമയത്തൊക്കെ നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് വീക്കായി നമ്മൾ എത്രത്തോളം താഴാൻ പറ്റും, എത്രത്തോളം തകരാൻ പറ്റും അത്രത്തോളം തകർന്നു പോവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, നമ്മളെപ്പോഴും ബോൾഡായി സ്ട്രോങ് ആയിട്ടിരിക്കുക. ഏതൊരു കാര്യത്തെയും നേരിടാൻ വേണ്ടി നമ്മുടെ മനസ്സ് എപ്പോഴും തയ്യാറായിരിക്കണം. അത് സന്തോഷമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, പ്രശ്നങ്ങളായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഏത് നെഗറ്റീവ്സിനെയും ഏത് പ്രോബ്ലംസിനെയും നേരിടാൻ നമ്മൾ എന്നും പ്രാപ്തരായിരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളെ വല്ലാണ്ട് അങ്ങോട്ട് തകർത്ത് കളയും. അങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞാനിതിന്ന് ഇപ്പോഴും റിക്കവറായി വന്നിട്ടില്ല. എൻ്റെ സംസാരത്തിൽ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഈ ഒരു ദിവസമായിരുന്നു അതും സംഭവിച്ചത് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാരണം എന്ന് പറയുന്നത്. ഞാൻ കറക്റ്റായിട്ട് വീഡിയോസ് ഇടണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ പബ്ലിക് ആക്കിയിട്ടില്ല. ഇനി വരുന്ന വീഡിയോസിലൊക്കെ അത് ഞാൻ പബ്ലിഷ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വീഡിയോ ചിലപ്പോൾ അതായിരിക്കും ഞാൻ പബ്ലിക് ആക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. ആ വീഡിയോസൊക്കെ ഇടുന്നതിന് മുമ്പായിട്ട് ഈ ഒരു വീഡിയോ ഇടണം എന്ന് തന്നെയായിരുന്നു ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യം എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് പോസ്റ്റ് ചെയ്തതിന് ശേഷം ആ വീഡിയോസ് പബ്ലിക് ആക്കിയാൽ മതി എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെന്തായാലും കുറേ പേര് കാണാതായപ്പോൾ എന്താ വീഡിയോസ് ചെയ്യാത്തതെന്ന് ചോദിച്ച് കുറേ പേര് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ കുറച്ച് പേരെങ്കിലും അങ്ങനെ ഒന്ന് ചോദിക്കാനുള്ള ഒരു മനസ്സ് തോന്നിയല്ലോ എന്ന് ആ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോഴും അങ്ങനെ എന്നെ അന്വേഷിക്കാൻ കുറച്ച് പേര്, എന്നെ അറിയാത്തവർ അല്ലെങ്കിൽ എന്നെ കാണാത്തവർ, ഞാൻ കാണാത്തവർ ഉണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോസ് എന്തായാലും സ്റ്റോപ്പ് ആക്കണ്ട, തുടർന്ന് പോയിക്കോട്ടെ, ഏതുവരെ പോകാൻ പറ്റുന്നോ അതുവരെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചത്. ഇനി എന്തായാലും കുറച്ച് ദിവസത്തേക്ക് അടുപ്പിച്ച് വീഡിയോസ് ഇടാനാണ് എൻ്റെ ഒരു പ്ലാന്. അത് എത്രത്തോളം കറക്റ്റായി വരുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴൊക്കെ യൂട്യൂബിൽ കറക്റ്റായിട്ട് ഡെയിലി വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കുന്നോ അത് 2-3 ദിവസമൊക്കെ കറക്റ്റായിട്ട് പോകാനായിട്ട് പറ്റൂ. അല്ലെങ്കിൽ ഒരു 3-4 അല്ലെങ്കിൽ 4-5 ദിവസം, അതിൽ കൂടുതൽ എനിക്ക് കറക്റ്റായിട്ട് വീഡിയോസ് ഇടാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ബ്ലോക്ക് വരുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ലോങ് വീഡിയോൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ മാസങ്ങളോളം ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടിയതും ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴായിരുന്നു. എന്തൊക്കെയായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഞാൻ റിയലൈസ് ചെയ്തുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഡെയിലി ലോങ് വീഡിയോ പ്ലാൻ ചെയ്യുന്നില്ല. എന്തായാലും ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതങ്ങനെ ഇട്ട് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ. നിങ്ങളൊന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരുപാട് പേർക്ക് എൻ്റെ വീഡിയോസ് കാണാനായിട്ട് ഇഷ്ടമുണ്ട്. അത് കമൻറ്റ് നമുക്ക് വായിക്കുന്ന സമയത്ത് മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ ഒരു ഇഷ്ടമുള്ളവർ എൻ്റെ വീഡിയോസ് കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോസിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോസൊന്നും ചെയ്യാതിരുന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ. അപ്പോൾ അവർക്കൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്വമാണല്ലോ. ഞാൻ അത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് ഈ ഒരു ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടും ഇതുപോലെ തന്നെ മുമ്പോട്ട് പോകണം തന്നെയാണ് എൻ്റെയും എൻ്റെ ഫാമിലിൻ്റെയും എല്ലാവരുടെയും ആഗ്രഹം. നിങ്ങൾ എത്രത്തോളമാണ് എന്നെ സ്നേഹിക്കുന്നതെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അത്രമാത്രം ആത്മാർത്ഥമായിട്ട് ഈ ഒരു ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാനും ഞാൻ നോക്കുന്നുണ്ട്. പലരും പല ചാനലും തുടങ്ങി പരാജയപ്പെട്ടിട്ടാണ് പിന്നെ ഒരു ചാനൽ തുടങ്ങി അതിൽ വിജയം കണ്ടെത്തുക. ഞാൻ ഇന്ന് വരെയും വേറൊരു ചാനൽ തുടങ്ങിയിട്ടില്ല. ഇതാണ് എൻ്റെ ഫസ്റ്റ് ചാനൽ. അപ്പോൾ ഇതിൽ ഞാൻ ഒരുപാട് പ്രതീക്ഷകൾ കൊണ്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയത്. പ്രതീക്ഷകൾക്ക് പുറമെ എൻ്റെ ഒരു പാഷനും എൻ്റെ ഒരു ആഗ്രഹവും കൂടിയാണ് ഈ ഒരു ചാനൽ. പലരും യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എനിക്കും അങ്ങനെ
അങ്ങനെ തുടങ്ങണമെന്ന് ഒരുപാട് ആഗ്രഹം കൊണ്ട് ഞാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടെ. നിങ്ങളുടെ സപ്പോർട്ട് എന്നും കൂടെ ഉണ്ടാവാനായിട്ട് ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഉണ്ടാവണമെന്ന് ഞാൻ പറയുകയാണ്. പിന്നെ എൻ്റെ ജോലികളൊക്കെ ഞാൻ ചെയ്ത് തീർത്ത് കുളിച്ച് ഫ്രഷായി വന്നപ്പോഴേക്കും എനിക്ക് നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും സ്നാക്സ് നോക്കിയതായിരുന്നു. അപ്പോൾ കയ്യിൽ കേക്ക് കിട്ടി. ഈ ഒരു കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു കേക്ക് എന്നല്ല, ഏതൊരു കേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കേക്കിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ബേക്കിംഗ് പഠിച്ചത് തന്നെ. അപ്പോൾ ഒരെണ്ണം കഴിച്ചതുകൊണ്ട് വിശപ്പ് കറക്റ്റായിട്ട് മാറിയില്ല. അപ്പോൾ അതിലിനി ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നുള്ളൂ. അതുകൂടി ഒന്ന് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും വിട്ടുപോകരുത്. നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വ്ലോഗായിട്ട് വരാം. ഓക്കെ, ബൈ.